സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒന്ന് ചുറ്റിലും നോക്കിയാൽ മതി, നിങ്ങൾക്കും ഒരു നല്ല ഇൻവെസ്റ്റർ ആവാൻ സാധിക്കും. ഉദാഹരണത്തിന് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. നിങ്ങൾ റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാർ ഏതാണ്? ആ കാറായിരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുണ്ടാവും. ഇനി ഭാവിയിലും ആ കാർ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ ആ കാർ നിർമ്മിക്കുന്ന കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങി വെച്ചോളൂ. ആ കാറിന് വേണ്ടി ബോഡി നിർമ്മിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ കാറിന്റെ മറ്റ് പാർട്സുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ കാറിന് വേണ്ടി ടയർ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്തതായി ബാങ്കിങ് സെക്ടർ നോക്കാം. നിങ്ങൾ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലോൺ കൊടുക്കുന്ന ബാങ്ക് ഏതാണ്? ആ ബാങ്കിൽ ബിസിനസ് കൂടുതലായിരിക്കും. ആ ബാങ്കിന്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി കൺസ്യൂമർ പ്രൊഡക്ട്സ് നോക്കാം. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണ്? ഉപ്പ് ഏത് കമ്പനിയുടേതാണ്? ഏത് സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്? കുളി കഴിഞ്ഞ് തേക്കുന്ന എണ്ണ ഏത് കമ്പനി നിർമ്മിക്കുന്നതാണ്? അല്ലെങ്കിൽ ജെല്ല് ഏത് കമ്പനിയുടേതാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം നാട്ടുകാരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന കമ്പനിയും വളരും. ധൈര്യം ഇൻവെസ്റ്റ് ചെയ്യാം. നാളെ എന്തായാലും പ്രോഫിറ്റ് കിട്ടും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉള്ള കാശെല്ലാം കൂടി ഒറ്റ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു 10 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 3 കമ്പനിയും തകരാനുള്ള സാധ്യത ഉണ്ട്. അതിനാൽ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ പരമാവധി ഡൈവേഴ്സിഫൈ ചെയ്യുക. അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടസാധ്യതയും പരമാവധി കുറക്കാൻ പറ്റും. അങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയ പോർട്ട്ഫോളിയോയിൽ ഒന്ന് രണ്ട് കമ്പനികൾ പണി നിർത്തി പൂട്ടിപ്പോയാലും മറ്റ് കമ്പനികൾ ആ നഷ്ടം നികത്തി ലാഭം തരും. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബാങ്കിങ് സെക്ടർ തിരഞ്ഞെടുക്കുമ്പോഴാണ്. കൊടുക്കുന്ന ലോൺ തിരിച്ചു വാങ്ങാനുള്ള കഴിവുള്ള ബാങ്ക്സ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിനായി വിജയമല്യ ലോൺ എടുത്ത് ഓടിപ്പോയതുപോലെ വലിയ ലോണുകൾ കൊടുത്ത് അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവില്ലാത്ത ബാങ്ക്സ് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കുന്ന ബാങ്ക്സ് ഉണ്ട്. ഉദാഹരണത്തിനായി മൊബൈൽ ഫോൺ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ EMI വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുന്ന ബാങ്ക്സ്. ഇത്തരം ബാങ്ക്സ് ബെറ്റർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്തരത്തിലുള്ള ലോണുകൾ സാധാരണ 1 ലക്ഷത്തിന് താഴെയാണ് ഉണ്ടാവാറുള്ളത്. അതിനാൽ തന്നെ ഈ 1 ലക്ഷത്തിന് അല്ലെങ്കിൽ 50,000 രൂപക്കൊന്നും ആരും ഓടിപ്പോകാൻ പോകുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സ്ഥിരമായി രാഷ്ട്രീയ ചർച്ചകളിൽ വരുന്ന കമ്പനികൾ, പ്രോഫിറ്റ് കൂട്ടുന്നതിന് വേണ്ടി ക്വാളിറ്റി കുറക്കുന്ന കമ്പനികൾ, ടാക്സിൽ കൃത്രിമം കാണിക്കുന്ന കമ്പനികൾ, ഇത്തരം കമ്പനികൾ ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടം തരാനാണ് സാധ്യത. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ 1, 2, 3 വർഷം നഷ്ടം തന്നേക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 5 വർഷത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് പെട്ടെന്നൊരാവശ്യം വന്നാൽ സ്റ്റോക്സ് നഷ്ടത്തിൽ വിൽക്കേണ്ട അവസ്ഥ വരുത്താതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. സഹായത്തിനായി സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യുക.